ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ അന്യം നിന്ന് പോകുന്ന ഒരു പരിപാടിയാണ് നെല്ല് പുഴുങ്ങുക എന്നുള്ളത്. ഇന്നത്തെ കാലത്തൊന്നും ആർക്കും തന്നെ അറിയത്തുണ്ടാവില്ല. പഴയ കാലത്തൊക്കെ എല്ലാവർക്കും അറിയാം. എങ്കിൽ പോലും അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഇടുന്നത്. നെല്ല് എങ്ങനെ തിളപ്പിച്ച് പുഴുങ്ങിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ എല്ലാവരും കാണുമെന്ന് വിശ്വസിക്കുന്നു. നെല്ല് തിളപ്പിക്കുന്നതിനായിട്ട് നമ്മൾ ടെമ്പററി ആയിട്ട് ഒരു അടുപ്പ് കൂട്ടും. എന്നിട്ട് അതിൻ്റെ മേളിലൊരു ചെമ്പെടുത്ത് വെച്ച് അതിൽ ഏകദേശം മുക്കാലോളം വെള്ളം നിറയ്ക്കും. അത് കഴിഞ്ഞ് നമ്മൾ നെല്ല് വാരിക്കൊണ്ട് ആ ചെമ്പിൻ്റെ ഉള്ളിൽ കൊണ്ടിടും. ഏകദേശം നിറഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ച് വന്നര ഉണ്ടാവും. അതെല്ലാം നമ്മൾ വാരി കളയണം. കാരണം അല്ലെങ്കിൽ കുറച്ച് എങ്ങനെ നമ്മൾ നെല്ല് പാറ്റിയെടുത്താൽ അതിന് മുകളിൽ കുറച്ച് വന്നരാണ് കണ്ടോ പൊങ്ങിക്കിടക്കുന്നത്. ആ പൊങ്ങിക്കിടക്കുന്നതൊക്കെ വാരിക്കളയണം. അത് ആദ്യം വാരിക്കളഞ്ഞില്ലെങ്കിൽ നമ്മളിങ്ങനെ ഈ നെല്ലൊക്കെ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുന്നതല്ല. ഞങ്ങളൊക്കെ ഇത് ഏകദേശം ഒരു വർഷക്കാലം സൂക്ഷിച്ച് വയ്ക്കുന്നതാണ്. ഈ ഒരു വർഷത്തേക്കുള്ള ഞങ്ങളുടെ നെല്ലായിരിക്കും ഇവിടെ ഞങ്ങൾ പുഴുങ്ങി സൂക്ഷിച്ച് വയ്ക്കുന്നത്. അത് വാരി കളഞ്ഞില്ലെങ്കിൽ അത് കുത്തം വരും. കുത്തൻ സംഭവമുണ്ട്. അത് വന്ന് ഈ നെല്ലും അരി മൊത്തം നശിപ്പിച്ച് കളയാൻ സാധ്യതയുണ്ട്. അങ്ങനെ നെല്ല് ഈ ചെമ്പ് നിറച്ച് നമ്മൾ കൊണ്ടിടും. അത് കഴിഞ്ഞിട്ട് മണ്ണിലെല്ലാം വാരി കളഞ്ഞതിന് ശേഷം നമ്മളത് തീ കത്തിക്കും. ഇപ്പോഴത്തെ കാലത്തൊക്കെ ഈ ചൂട്ട് നമ്മുടെ മടക്കലയൊക്കെ വെച്ചാണ് നമ്മൾ ഇത് നെല്ല് പുഴുങ്ങുന്നത്. ഞങ്ങളൊക്കെ ചെറുപ്പകാലത്തൊക്കെ നമുക്ക് കാട്ടിൽ പോയിട്ട് ഇല്ലി കൊണ്ടുവരായിരുന്നു. കാടെടുത്താണ് ഒത്തിരി ഉണക്കില്ലിയൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഇല്ലിയൊന്നും കാണാനില്ല. അത് മാത്രമല്ല കാട്ടിലേക്ക് ഇങ്ങനെ കയറാനും പാടില്ലല്ലോ. പഴയ കാലത്തൊന്നും അത് അത്ര പ്രശ്നമല്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പം നമ്മുടെ പറമ്പിലുള്ള തെങ്ങിൻ്റെയും അല്ലെങ്കിൽ കവുങ്ങിൻ്റെയൊക്കെ പാള ആ സംഭവം വെച്ചാണ് ഇപ്പം നമ്മൾ നെല്ല് തിളപ്പിക്കുന്നത്. പിന്നെ തേങ്ങയുടെ ചകിരി ഉണ്ടാവും. അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ നന്നായിട്ട് തീ കത്തിക്കണം. എല്ലാ സ്ഥലത്തും ഒരുപോലെ തീ വരണം. അപ്പോൾ എല്ലാ വശത്തും ഒരുപോലെ തീ വന്നിട്ട് തിളയ്ക്കുന്ന കാണാം. ഉണ്ടോ ഈ സൈഡൊക്കെ തിളച്ച് വന്നേക്കണം. അതുപോലെ എല്ലാ വശത്തും തിളയ്ക്കണം. സെൻറ്ററിലൊക്കെ തിളച്ച് കഴിയണം. നമ്മളിങ്ങനെ അതിനനുസരിച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ തിളച്ചതിന് ശേഷം നമ്മൾ കുറച്ച് നെല്ലെടുത്ത് മാറ്റി വയ്ക്കും. അല്ലെങ്കിൽ ആ നെല്ല് രാവിലെ ആകുമ്പോഴത്തേക്കും മൊത്തം പൊന്തി പുറത്തേക്ക് ചാടും. നെല്ല് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ വീണ്ടും അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്നും കൂടെ തിളപ്പിക്കും. അതിൻ്റെ പാകത്തിനനുസരിച്ച് നമ്മൾ മാറ്റി വയ്ക്കുള്ളൂ. എന്നിട്ട് ഏകദേശം നിരപ്പിലും കുറച്ച് താഴെ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഈ തീ മൊത്തം നമ്മൾ കെടുത്തും. മൊത്തം വെള്ളം ഒഴിച്ച് കിടത്തി കളയും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ ഉള്ള തീ കനലുകൊണ്ട് നീറി വീണ്ടും ഇത് കൂടുതലായിട്ട് തിളച്ച് വെന്ത് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വെള്ളം ഒഴിച്ച് മൊത്തം കിടത്തി വയ്ക്കുന്നത്. ഇങ്ങനെ കിടത്തി വെച്ചതിന് ശേഷം നമ്മൾ ഒരു ദിവസം ഫുള്ളവിടെ കിടക്കും. ഇപ്പോൾ ഇന്ന് വൈകുന്നേരമാണ് ഞങ്ങൾ ചെയ്യുന്നത്. വൈകുന്നേരം ചെയ്തതിന് ശേഷം നമ്മളിനി ഇത് പുഴുങ്ങിയെടുക്കണം. ഇത് പുഴുങ്ങിയെടുക്കുന്നത് നാളെ രാവിലത്തേക്കാണ്. കാലത്തൊക്കെ നമുക്കിത് വളരെ വിരളമായിട്ടാണ് കാണാൻ സാധിക്കുള്ളൂ. കാരണം എല്ലാവരും തന്നെ നെൽകൃഷിയൊക്കെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. കാരണം ആന, പന്നി, കുരങ്ങ്, മാന് അങ്ങനെ ഓരോന്ന് വന്ന് ഇതൊക്കെ നശിപ്പിച്ച് കളയും. കണ്ടോ, അങ്ങനെ രാവിലെ ഞങ്ങൾ അടുത്ത പരിപാടി തുടങ്ങുകയാണ്. ഇനിയിപ്പോൾ ഇത് വേവിക്കണം. തിളപ്പിച്ചിട്ടുള്ളൂ. ഇനി ഇത് പുഴുങ്ങിയെടുക്കണം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കും. ഏകദേശം ഒരു അരമണിക്കൂർ. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. നമ്മൾ വിചാരിക്കും ഈ ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് സുഖമായിട്ട് നമ്മൾ കഴിക്കുന്നത്. ഇത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ വളരെ കഷ്ടപ്പാടാണ്. കാരണം രാത്രിയും പാലും കിടന്ന് കഷ്ടപ്പെട്ട്, കാരണം രാത്രിയൊക്കെ നമ്മൾ കാവൽ പോകണം ആനയൊന്നും വരാതെ. പുഴുങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇങ്ങനത്തെ ഒരു ഷീറ്റ് വിരിച്ച്, പഴയ കാലത്തൊക്കെ പരമ്പായിരുന്നു, നമ്മുടെ ഇല്ലിയുടെയൊക്കെ തോൽ കൊണ്ടുണ്ടാക്കിയ പരമ്പായിരുന്നു. ഇപ്പോൾ പരമ്പൊന്നും കാണാനില്ല. ഇതുകൊണ്ട് നമ്മൾ ഷീറ്റ് പുറത്തുനിന്ന് മേടിച്ച് അതിലോട്ടാണ് ഇടുന്നത്. ഏകദേശം ആവി വന്നു തുടങ്ങി. കുറച്ച് നേരം കഴിഞ്ഞ് നമുക്കിത് വാങ്ങാം. ഏകദേശം ഓക്കെ ആയി. ഇനി നമ്മൾ നേരത്തെ പോലെ തന്നെ ഇത് തീ അണയ്ക്കും. വെള്ളം ഒഴിച്ച് തീ അണച്ചിട്ട് നമ്മളത് വാരിക്കൊണ്ടിട്ട് നേരത്തെ കണ്ട ഷീറ്റിലേക്ക് കൊണ്ടുപോയിടും. നമ്മൾ ഈ കഴിക്കുന്ന അരി ഉണ്ടാക്കിയെടുക്കാൻ എന്ത് ബുദ്ധിമുട്ടാണെന്ന് ഇത് കണ്ടാൽ മനസ്സിലാവും. ഇത് ചെറിയ ഭാഗം മാത്രമേ ഉള്ളൂ. ഇത് പുഴുങ്ങിക്കൊണ്ടുപോയിട്ട് കറക്റ്റ് ഇതിൻ്റെ ഉണക്ക ആവണം. സൂര്യപ്രകാശത്തിൽ ഉണങ്ങി ഇത് ഉണക്ക് കൂടിക്കഴിഞ്ഞാൽ ഇത് പൊഴിഞ്ഞു പോകും. കറക്റ്റ് ഉണക്കായിട്ട് വേണം ഇത് നമ്മൾ വാരി വയ്ക്കാൻ. ഇങ്ങനെ വാരി നമ്മളവിടെ കൊണ്ടുപോയിട്ട് കുറച്ച് നേരം ഇങ്ങനെ ആ നേരത്തെ കാണിച്ച പായലിങ്ങനെ വിരിച്ചിടും. പിന്നെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ചിക്കി കൊടുക്കണം. ഇത് നമ്മളിപ്പോൾ കൊണ്ടിട്ടതിന് ശേഷം ഒരു പലക പോലത്തെ സാധനമുണ്ട്. അതുകൊണ്ട് നമ്മൾ വടിച്ച് ഇത് ലെവലാക്കിയിടും. അത് കഴിഞ്ഞിട്ട് ഏകദേശം ചൂട് മാറി കഴിയുമ്പോൾ നമ്മൾ കാല് കൊണ്ട് ഇതിങ്ങനെ ചിക്കും. അത് ചിക്കെന്ന് പറഞ്ഞാൽ ചിലർക്ക് അറിയാമായിരിക്കും, ഒത്തിരി പേർക്ക് തന്നെ ഇത് അറിയാമായിരിക്കും. അപ്പോൾ നല്ല ചൂടാണ് ഇത് കോരിയെടുക്കാൻ അടിയിൽ നിന്നൊക്കെ. എൻ്റെ ചെറുപ്പകാലത്ത് ഇത് എല്ലാ വീട്ടിലും ഉണ്ടായിരുന്നു ഈ പരിപാടികളൊക്കെ. പക്ഷേ ഇപ്പം നമുക്കിത് കുറച്ച് വീടുകളിൽ മാത്രമേ കാണാൻ സാധിക്കൂ എന്നുള്ളൂ. ഞങ്ങളും ഏകദേശം 2-3 വർഷത്തിനുള്ളിൽ നിർത്തും. കാരണം എല്ലാ വർഷവും ആന ഇറങ്ങി നശിപ്പിക്കും, പന്നി ഇറങ്ങി നശിപ്പിക്കും. ഇപ്പോൾ കാവൽ പോകണം രാത്രിയിൽ. ഞാനിവിടെ ഇല്ല, അപ്പോൾ തന്നെ ഉള്ളതുകൊണ്ട് ഇതൊക്കെ ബുദ്ധിമുട്ടായി വരികയാണ്. അതുകൊണ്ട് ഞങ്ങളും ഈ പരിപാടി പതുക്കെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ആലോചിക്കുന്നുണ്ട്. അത് മാത്രമല്ലേ, ഇത് പണിക്കാരൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നെല്ല് ഞാറ് നടുമ്പോൾ തൊട്ട് നമുക്ക് പണിക്കാർ ആവശ്യമുണ്ട്. അത് ബുദ്ധിമുട്ടാണ്. പിന്നെ കൊയ്ത്തിന് സമയത്ത്, ഒക്കലിൻ്റെ സമയത്തൊക്കെ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകാൻ തുടങ്ങുന്നത്. പക്ഷേ നമുക്കെന്താ പറയുന്നത്, നല്ല ഭക്ഷണം കഴിക്കാം. കാരണം എന്താ പറയുക, മരുന്നൊന്നുമില്ലാത്ത നാച്ചുറലായിട്ടുള്ള അരി ഞങ്ങൾ ഇതുവരെ അങ്ങനെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ഇനി മാറും പതുക്കെ.
കണ്ടോ, ആ സാധനം വെച്ചാണ് നമ്മൾ വടിച്ചത് ഇതാക്കുക, ലെവലാക്കി. എന്നിട്ടൊന്ന് ചൂട് മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ കാലുകൊണ്ട് ഇളക്കുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും. കാരണന്മാർ പറഞ്ഞേക്കാം, ഈ നടുവേദനയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ നെല്ലിങ്ങനെ കൊണ്ടിട്ടതിന് ശേഷം ഒരു ചാക്ക് വിരിച്ച്, അത് നൂലിൻ്റെ ചാക്കുണ്ടല്ലോ, അത് വിരിച്ച് കിടന്നാൽ നല്ലതെന്നൊക്കെ അവർ പറഞ്ഞേക്കാം. ശരിയാണെന്ന് എനിക്കറിയത്തില്ല, ആയിരിക്കും. കാരണം ഒരു അനുഭവം കൊണ്ടായിരിക്കുമല്ലോ അവരിങ്ങനെ പറയുന്നത്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു.